നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്? ഈ ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ? നിനക്ക് എന്താണ് പറ്റിയത്? എനിക്കൊന്നും പറ്റിയതല്ല. വ്യക്തിപരമായ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും കൂട്ടിക്കൊടുക്കരുതെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. നീ എന്തു പറഞ്ഞാലും ശരി, ഇന്ന് നീ പോകുന്നില്ല. അതെന്റെ തീരുമാനം. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലെങ്കിലും എന്റേതായ തീരുമാനമെടുക്കാൻ എന്നെ അനുവദിച്ചൂടെ? പിന്നെ കല്യാണം അനുപേട്ടനെ ഈ അവസ്ഥയിലിട്ടിട്ട് ഞാൻ കല്യാണത്തിന് പോവല്ലേ? നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ മോളെയും കൂട്ടി പൊയ്ക്കോ. അച്ഛനുണ്ടല്ലോ ഇവിടെ. അങ്ങനെ കല്യാണത്തിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഞാൻ വിളിക്കാത്ത ഏതെങ്കിലും കല്യാണത്തിന് പൊയ്ക്കോളാം. അല്ലാതെ എന്റെ പിള്ളേരുടെ വാക്ക് കേൾക്കാതെയും അവരെ അധിക്ഷേപിച്ച് നടത്തുന്ന ഒരു കല്യാണത്തിന് മീര പോകുന്നില്ല. അനൂപേട്ടന് ഇങ്ങനൊരു അവസ്ഥ വന്നില്ലെങ്കിൽ പോലും ഞാൻ പോവില്ല. അല്ലെങ്കിൽ തന്നെ അനൂപേട്ടൻ എന്താ കരുതിയിരിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് ആരും ചെന്നില്ലെങ്കിൽ അവരത് നടത്തില്ലെന്നോ? ആരില്ലെങ്കിലും അവരത് നടത്തും. ഒന്നാമത് ആ ധനുഷ് എന്ന് പറയുന്നവനെ എന്റെ കണ്ണിന് നേരെ കണ്ടൂടാ. പിന്നെ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആ പെണ്ണുണ്ടല്ലോ സ്നേഹ, അവളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എനിക്കിഷ്ടമില്ലാത്ത രണ്ടുപേരുടെ കല്യാണത്തിന് പോണോന്നാണോ അനുപേട്ട പറയുന്നത്? അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയില്ലെങ്കിൽ അവരെന്ത് കരുതും? ഒന്നും കരുതില്ല. അതിന് നമ്മളെ ഓർത്തെങ്കിലല്ലേ എന്തെങ്കിലും കരുതും. നമ്മുടെ അച്ഛനെ വിളിച്ച് ഈ വിവാഹം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അങ്ങനെ ചോദിച്ചാൽ നടത്തിക്കോളാൻ നമ്മുടെ അച്ഛൻ പറയൂന്ന് അവർക്കറിയാം. അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അനുപേട്ട? അവിടുത്തെ പെണ്ണല്ലേ ഇവിടെ പ്രസവിക്കാൻ കിടക്കുന്നത്. അപ്പൊ അവരായിട്ട് തന്നെ നീട്ടി വെക്കുന്നതല്ലേ അതിന്റെ മര്യാദ. ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്നാ അവരുടെ വിചാരം. പണം മാത്രമേ അവിടെ കൂടുതലുള്ളൂ. അവരെക്കാളും ബുദ്ധിയെ നമുക്കുണ്ട്. നേരത്തെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വിവാഹത്തിന് പോണോന്നു. ആ ധനുഷ് എന്ന് പറയുന്നവന്റെ കയ്യും പിടിച്ച് സ്നേഹ എന്ന് പറയുന്നവളുണ്ടല്ലോ നാശത്തിലേക്ക് പോകുന്നത് എനിക്ക് കാണണമായിരുന്നു. എന്നാ ഇപ്പൊ അതില്ല. അർച്ചന ആദരേ ഇല്ലാത്തടത്ത് നമ്മൾ ആരും വേണ്ട. അതേവശാലും എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നത്. ആ സമയത്ത് തന്നെ അത് നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല എന്നും പറയുന്നത് കേട്ടു. പിന്നെ ജാതകം, ഉത്തമ ജാതകത്തിലും ശുഭമുഹൂർത്തത്തിലും കെട്ടിക്കൊടുത്തിട്ടേ ആ പെണ്ണ് പോയ പോലെ തന്നെ തിരികെ വരും. ഒന്നുകിൽ വയറ്റില് അല്ലെങ്കിൽ കയ്യിലൊരു കുട്ടിയുണ്ടാവും. അതെ, ആ ധനുഷ് അങ്ങനെ ഒരുത്തനാണെന്ന് കല്യാണത്തിന് മുന്നെങ്കിലും അവള് തിരിച്ചറിഞ്ഞാ കൊള്ളാം. നമുക്കും ഒരു പെങ്കൊച്ചുണ്ട്, പറഞ്ഞൂടാന്നറിയാം. എങ്കിലും പറഞ്ഞു പോവാ. ഈ ധനുഷിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും അമ്മയും ഒക്കെ ഈ പെണ്ണിനെ നുള്ളി കീറി വെച്ചില്ലെങ്കിൽ അനുപേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്തു. മണ്ഡപത്തിലേക്കുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചല്ലേ? എല്ലാം ഒന്ന് നോക്കി കണ്ട് ചെയ്തോണേ. ഓ ആയിക്കോട്ടെ. ധനുഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി രാവിലെ വീട്ടിലേക്ക് പോയി കാണുന്നു. ഏയ്, ഞാൻ നാളെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അവിടുത്തെ കാര്യങ്ങളെല്ലാം അളിയനും ഇവന്റ് മാനേജ്മെന്റ് ടീംസ് നോക്കിക്കോളും. പോയാലും വൈകിട്ട് മഞ്ഞൾ കല്യാണത്തിന് വരണമല്ലോ. ഹലോ. അതെ, ഇപ്പൊ തന്നെ തുടങ്ങിയോ മൈലാഞ്ചി കല്യാണമൊക്കെ? അത് ചെയ്തേ പറ്റൂ. ഇത് മൈലാഞ്ചി കല്യാണമൊന്നുമല്ല, അത് രാത്രി. ഇത് അതിനു മുൻപേ ഉള്ള ഇവിടെ മരുടെ അലങ്കോല പണിയാ. ദേ, ഇതാണ് വരൻ. പേരറിയാലോ, ധനുഷ്. എന്താണ് കൂട്ടുകാരുടെ കമന്റ്? നല്ലത് തന്നെയാണോ? ആ, നല്ലത് തന്നെയാ. ഇനിയിപ്പോ മോശം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ.
സർ സാറിങ്ങോട്ട് മണ്ഡപത്തിലേക്കാണോ? അല്ല, ഓഫീസിലേക്ക്. ഓഫീസിലേക്കോ? എന്താ അങ്ങനെ ഒരു വാക്ക് ധനുഷ് കേട്ടിട്ടില്ലേ? അതല്ല. നീ ഇത് രാവിലെ എവിടേക്കാ? സച്ചിന് ഓഫീസിൽ എന്തോ അത്യാവശ്യ വർക്കുണ്ടല്ലോ. എന്താവശ്യമായാലും ഇന്ന് നീ പോകണ്ട. നാളെ നിന്റെ പെങ്ങളുടെ വിവാഹം. ഇന്ന് അതിന്റെ മുന്നോടിയായി മഞ്ഞൾ കല്യാണം പോലുള്ള ആഘോഷങ്ങൾ വേറെ. ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അതിനിടയ്ക്ക് നീ ഓഫീസിലേക്ക് പോയാൽ എങ്ങനാ? അച്ഛൻ പറഞ്ഞ ആഘോഷമൊക്കെ രാത്രിയല്ലേ, ഞാൻ അതിനുമുമ്പ് ഇങ്ങെത്തും. എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കല്ലേ, പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? നീ എന്തൊക്കെയാ സച്ചി ഈ പറയുന്നത്? ഈ ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. നിനക്ക് എന്താണ് പറ്റിയത്? എനിക്കൊന്നും പറ്റിയതല്ല. വ്യക്തിപരമായ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും കൂട്ടിക്കൊഴിക്കരുതെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. നീ എന്തു പറഞ്ഞാലും ശരി, ഇന്ന് നീ പോകുന്നില്ല. അതെന്റെ തീരുമാനം. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലെങ്കിലും എന്റേതായ തീരുമാനമെടുക്കാൻ എന്നെ അനുവദിച്ചൂടെ? സച്ചേട്ടാ, ഇന്നിനി ഓഫീസിൽ പോണ്ടെന്ന് ഞാനും പറഞ്ഞതല്ലേ. അച്ഛനും നന്ദേണ്ണൊക്കെ പറഞ്ഞിട്ടും പോകുന്നത് ശരിയല്ല സച്ചേട്ടാ. എന്താ, എന്റെ തീരുമാനത്തിന് ഒരു വിലയുമില്ലേ? എല്ലാം അവരുടെ മാത്രം ഇഷ്ടം നടന്നാൽ എങ്ങനെയാ? എന്റെ സ്വന്തം കാര്യങ്ങളെങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചോട്ടെ. എടോ, ഞാനിവിടെ ഇല്ലെന്ന് കരുതി ഇവിടെ ഒന്നിനും ഒരു കുറവും വരാൻ പോകുന്നില്ല. പിന്നെ അവിടെ പറഞ്ഞതൊക്കെ ഒരു അലങ്കാരത്തിന് പറഞ്ഞതേ ഉള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നേരത്തെ വരാം. ഇനി ആളുകളുടെ മുമ്പില് എന്റെ അച്ഛനും ഏട്ടനും പെങ്ങളും ഒന്നും ചെറുതാവണ്ട. പോട്ടെ. അർച്ചന, സച്ചിൻ ഇപ്പൊ എവിടെയാ? ഞാൻ ബാങ്കിൽ പോയിട്ട് തിരികെ ഓഫീസിലേക്ക് പോവാ. എന്താ അർച്ചന? വേറൊന്നുമല്ല, സന്ദീപിന്റെ കാര്യം തന്നെയാ. അവൻ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാ ഇപ്പോഴും ഉള്ളത്. സച്ചേട്ടൻ അവനൊന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വിവാഹത്തിന് വരാൻ പറ. ഞാൻ അവനോട് അതെങ്ങനെ പറയാനാ? നാളെയാ ആതിരയുടെ സർജറി പറഞ്ഞിരിക്കുന്നേ. അവളുടെ സർജറി നടക്കുന്ന സമയത്ത് അവൻ ഇവിടെ ഒന്ന് നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവനെന്നല്ല, അവന്റെ സ്ഥാനത്ത് ആരായാലും ഇപ്പൊ അവനെടുത്ത തീരുമാനം തന്നെ എടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.